السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മാന്യ ശ്രോതാക്കളെ, നമ്മുടെ വിഷയം ഇന്ന് ലോബാനെ പറ്റിയാണ്. നാം സാധാരണ പുകപ്പിക്കാറുള്ള ലോബാനെ പറ്റിയാണ്. ഈ ലോബാനിന് വലിയ പ്രത്യേകതകൾ, മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഉണ്ട്. അതിനെപ്പറ്റി ശുഅബുൽ ഈമാനിലെ കാണുന്ന ഒരു ഹദീസ് അബ്ദുല്ലാഹിബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ബഖിറു ബുയൂതക്കും ബിൽ ലുബ്ബാനി വശീഹി വൽ മുർ എന്ന് ഹദീസ് കാണുന്നുണ്ട്. ചുരുക്കത്തിൽ നിങ്ങളുടെ വീടുകളെ ലോബാനം കൊണ്ട് പുകപ്പിക്കുക എന്നാണ് ഹദീസിൽ കാണുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരു വ്യക്തി വന്ന് മറവിയെപ്പറ്റി പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ ലോബാൻ ഉപയോഗിക്കുക, അത് ഹൃദയത്തിന് ഒരു ധൈര്യം, ഒരു ശക്തി നൽകും എന്ന് മാത്രമല്ല, ഈ മറവിയെ അത് ഇല്ലാണ്ടാക്കുകയും ചെയ്യും എന്ന്. കാല അലിയുൻ ലിറജുലിൻ ഷക്ക അന്നിസ്യാന അലൈക ബില്ലുബ്ബാൻ ഫഇന്നഹു യുശജ്ജിഉൽ ഖൽബ വയുദ്ഹിബു ബിന്നിസ്യാൻ. അങ്ങനെ തുടങ്ങി ലോകപ്രശസ്തരായ പഴയകാലത്തുള്ള ഡോക്ടേഴ്സ്, ഡോക്ടർ ഇബ്നു സീനയും അതേപോലെ തന്നെ പഴയകാലത്തുള്ള പ്രസിദ്ധരായ ഡോക്ടർമാരിൽ ഒരാളായ ദാവൂദുൽ അന്താക്കിയും ഇതിൻ്റെ മെഡിക്കൽ ആരോഗ്യ ഫലങ്ങളെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സാദുൽ മആദിലും തിബ്ബുൻ നബവിയിലും ഇതിൻ്റെ ഔഷധ ഫലങ്ങളെപ്പറ്റി ധാരാളം പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അതിനെ ഓറലി, അതായത് നാം വയറ്റിലേക്ക് എടുക്കുന്ന സമയത്ത് ഡയറക്റ്റ്ലി അങ്ങനെ എടുക്കാൻ പാടില്ല. അതിനെപ്പറ്റി നല്ല അറിയുന്ന വൈദ്യരെടുത്ത് ചോദിച്ച് മനസ്സിലാക്കി മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ. കൂടുതലായും നാം അതിനെ ഉപയോഗിക്കുന്നത് അതായത് ഫ്യൂമിഗേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. ഫ്യൂമിഗേഷൻ എന്ന് പറഞ്ഞാൽ പുകപ്പിക്കാൻ വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് ഒരുപാട് മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഉണ്ട്. കാരണം ഇന്ന് കൂടുതലായി രോഗാണുക്കളെ രോഗങ്ങളെ കൊണ്ടുവരുന്നത് കൊതുകുകളും ഈച്ചകളും അതേപോലെ തന്നെ ചെറിയ ചെറിയ കീടങ്ങളും ആണ്. ഏറ്റവും കൂടുതൽ കൊതുക്, പിന്നെ ഈച്ച, അതേപോലെ തന്നെ ചില കീടങ്ങളും. ഇതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഏറ്റവും നല്ല, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു നല്ല സാധനമാണ് ഈ ലോബാൻ എന്നുള്ളത്. നാം ഇപ്പോൾ കൊതുകുകളെയും മറ്റുള്ള കീടങ്ങളെയും അകറ്റാൻ വേണ്ടി പല സാധനങ്ങൾ ഉപയോഗിക്കുന്നു. അതായത് ഫ്ലൂയിഡ്സുകൾ കുത്തിവെക്കുന്നു, അതേപോലെ തന്നെ കോയിൽസുകൾ ഉപയോഗിക്കുന്നു, മറ്റ് പലതും ഉപയോഗിക്കുന്നു. അതത്ര നന്നല്ല. അതിലെ സൈഡ് എഫക്ട്സുകൾ ഉണ്ട്. ചില രോഗങ്ങൾ വരാനുള്ള സാധ്യത ഏറെയുണ്ട്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത
ഒരു സാധനമാണ് ഈ ലോബാൻ എന്നുള്ളത്. ആയുർവേദത്തിലും നമുക്ക് കാണുന്നത് ഈ ലോബാൻ, അതുപോലെ തന്നെ രാമച്ചം, അഷ്ടഗന്ധം, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇത്തരം കൊതുകുകളെയും ഈച്ചകളെയും കീടങ്ങളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു സാധനമാണ് ഈ ലോബാൻ എന്നുള്ളത്. പറയപ്പെടുന്നു ചില പ്രവാചക വൈദ്യങ്ങളിലൊക്കെ അതിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ഇത് ബൈബിളിൻ്റെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ലോബാനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതേപോലെ തന്നെ ഈസാ നബി അലി ഇസ്ലാം ജനിച്ച സമയത്ത് ചില ജ്ഞാനികള് ഈ ലോബാന് പാരിതോഷികമായി കൊണ്ടുവന്നത്രേ എന്ന്, ലോബാനും മിർമക്കിയും പാരിതോഷികമായി കൊണ്ടുവന്നു എന്നും കാണപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ പണ്ടുകാലത്ത് തന്നെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഇന്ന് ചില മക്ബറകളിലൊക്കെ കൂടുതലായി ഈ ലോബാൻ പുകപ്പിക്കുന്നത് കൊണ്ട് അവിടെ തീരെ കൊതുകുകളും ഈച്ചകളും മറ്റുള്ള പ്രാണികളൊക്കെ, കീടങ്ങളൊക്കെ അതിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അവിടെ ഇത്തരം സാധനങ്ങളെ കാണപ്പെടുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ രോഗങ്ങളെ കൊണ്ടുവരുന്ന രോഗവാഹിനികളായ ഈ കൊതുകുകൾ, അതുപോലെയുള്ള സാധനങ്ങൾ, അതിനെ എങ്ങനെയെങ്കിലും നിർമ്മാർജ്ജനം ചെയ്യണം, ഉന്മൂലനം ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ ലോക ആരോഗ്യ സംഘടന അതിനുവേണ്ടി ഒരുപാട് ഗവേഷണം അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അവകളെ കൊണ്ടാണ് രോഗങ്ങൾ വരുന്നത്, ഇത്തരം പ്രാണികളെ കൊണ്ട്. അതുകൊണ്ട് അവകളെ യാതൊരു പാർശ്വഫലമില്ലാതെ, സൈഡ് എഫക്റ്റുകളില്ലാതെ അതിനെ അകറ്റണം, ഇത്തരം സാധനങ്ങളെ. അത് എങ്ങനെയെന്ന് അവർ ധാരാളം റീസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത വളരെ നല്ല ഒരു സാധനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ലോബാൻ എന്നുള്ളത്. പിന്നെ അതിൽ ഒരുപാട് രോഗങ്ങൾക്കും ശമനം ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം ഓറലി എടുക്കരുത്, അത് ആരുടെങ്കിലും ചോദിച്ചിട്ട് എടുക്കണം. അത് ചില മരുന്നുകളുടെ ചേരുവയായിട്ടാണ് ചേർക്കുന്നത് എന്ന് പറഞ്ഞാൽ നാം അങ്ങനെ കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യരുത്. അത് ആരുടെ നല്ല അറിയുന്നവരുടെ അടുത്ത്, ഡോക്ടേഴ്സിൻ്റെ അടുത്ത്, വൈദ്യന്മാരുടെ അടുത്ത് ചോദിച്ചേ അങ്ങനെ ചെയ്യാവൂ. എപ്പോഴെങ്കിലും ഏത് സ്ഥലത്തും ഏത് സമയത്തും അതിനെ പുകപ്പിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ പ്രസിദ്ധനായ ഡോക്ടർ, MD യും PhD യും ഉള്ള മുഹമ്മദ് ഷക്കീൽ ഷംസി പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് ആൻ എക്സലന്റ് റീപ്പല്ലന്റ് ദ ഇൻസെക്ട്സ് എന്നാണ്. ഈ പ്രാണികളെ, കീടങ്ങളെ അകറ്റാൻ വേണ്ടി വളരെ അത്യുത്തമമായ ഒരു സാധനമാണ് ഈ ലോബാൻ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ഇതിനെപ്പറ്റി ഡോക്ടർ ഗോപിനാഥ് പിള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനൊരു ഗ്രന്ഥമുണ്ട്. ഒരുപാട് ഗ്രന്ഥം എഴുതിയ
ആരോഗ്യ ബോധവൽക്കരണത്തെപ്പറ്റി ഒരുപാട് ഗ്രന്ഥം എഴുതിയ ഒരു മഹൽ വ്യക്തിത്വമാണ് ഡോക്ടർ ഗോപിനാഥ് പിള്ള. അദ്ദേഹം ഒരു അലോപ്പതിക്ക് ഡോക്ടറാണെങ്കിൽ പോലും അദ്ദേഹം അവിടെ പറയുന്നത് ഈ ലോബാൻ, കുന്തിരിക്കം, രാമച്ചം, അഷ്ടഗന്ധം ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം കീടങ്ങളെ തുരത്തേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. നേരെ മറിച്ച് അദ്ദേഹം പറയുന്നു, നിങ്ങൾ ഇത്തരം ഫ്ലൂയിഡുകളോ കോയിലുകളോ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് മുഖേന ആസ്തമ പോലെയുള്ള പല ജാതി രോഗങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അക്ബർ കൗസർ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹവും ഇതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ പ്രവാചക വൈദ്യത്തിൽ ധാരാളം അതിൻ്റെ ഔഷധങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇതിന് ഈ ലോബാന് കൂടുതൽ ആരോഗ്യ ഫലങ്ങൾ, ഔഷധ ഫലങ്ങൾ ഉണ്ട്. പക്ഷേ നാം ആരും അത് ശ്രദ്ധിക്കാറേയില്ല. നമ്മുടെ വീട്ടിലും മറ്റും ഇത്തരം ഇൻസെക്റ്റുകളെ, അതായത് കീടങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് നാം പലപ്പോഴും ഫ്ലൂയിഡുകളും അതുപോലെ തന്നെ പലജാതി കോയിലുകളും അതാണ് നാം ഉപയോഗിക്കുന്നത്. അത് അത്രമാത്രം അതിൽ സൈഡ് എഫക്ട്സുകൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിൽ വളരെ കൂടുതൽ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും, പലജാതി രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ലോബാന്, നമ്മുടെ മംഗലാപുരം ആ ഭാഗത്ത് ഉലിയാവും എന്ന പറയുന്നത്, ആ സാധനം നാം ഉപയോഗിച്ച് ഇത്തരം രോഗാണുക്കളെ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഇത്തരം രോഗങ്ങളെ കൊണ്ടുവരുന്ന രോഗാണുക്കളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതുകൊണ്ട് നമുക്ക് ഒരുപാട്, നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്. ഇത്തരം എളുപ്പ വഴികൾ ഉണ്ടാവുമ്പോഴേക്ക് അത്തരം രോഗങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നാം എടുക്കാൻ വേണ്ടി ഒരിക്കലും തുനിയരുത്. നല്ല കാര്യം പലതും ഇവിടെ പഠിക്കാനുണ്ട്. പഠിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.